നമസ്കാരം, ഫഹദ് സാറാണ്. ഇന്നലെ അതായത് 2025 ഡിസംബർ 18 നടന്ന +2 മാത്സ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വളരെ 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 ടഫായിട്ടുള്ളൊരു എക്സാമിനേഷൻ ആയിരുന്നു. അതായത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഡിഫിക്കൽട്ട് ആക്കാമെന്ന് റിസർച്ച് ചെയ്ത് സെറ്റാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ എനിക്ക് തോന്നി. ഞാൻ ആദ്യം ഇത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയുക, ഒരു അതിശയകരമായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഇത്രയ്ക്ക് മാത്രം ടഫാക്കാൻ പറ്റുമോ എന്ന് ഞാൻ അതിശയിച്ചു പോയി. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഏതാണ്ട് ഒരു 50 അല്ലെങ്കിൽ 52 to 60 മാർക്ക് ലക്ഷ്യമാക്കി പഠിച്ച ഒരു കുട്ടിക്ക് ഇത് തിരിച്ചടി എന്ന ലെവലിലൊരു ചോദ്യം പേപ്പറായിരുന്നു. അപ്പോൾ മിഡിലുകാരുടെ കാര്യം, പിന്നെ ആവറേജുകാരുടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവർക്ക് അടുക്കാൻ പോലും പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഇച്ചിരി ഒരു അനലൈസേഷൻ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ നിന്നുള്ള ഒരു ഈസി ചോദ്യമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പക്ഷേ ഒന്നാമത്തെ പാർട്ട് കുഴപ്പമില്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർട്ട് എന്ന് പറയുന്നത് പാടാണ്. പല സ്കൂളുകളിലും ഇത് പഠിപ്പിച്ച് കാണത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ അത് ഡിഫിക്കൽട്ട് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ പാർട്ട് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ പാർട്ട് ഡിഫിക്കൽട്ടാണ്. പിന്നെ ഈ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കുഴപ്പമില്ല, NCERT ക്വസ്റ്റ്യൻ തന്നെയാണ്. tan inverse of cos x by 1 minus sin x NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതും എന്തില്ല, കുഴപ്പമില്ല. ഇനി ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ പാർട്ട് അത് ഇച്ചിരി കുട്ടികൾക്ക് ആ ഒരു ഐഡിയ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ആ ഒരു ടൈമിന് ഐഡിയ പോകണമെന്ന് നിർബന്ധമില്ല. അതായത് ഒരു സ്കെയിലർ മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസ് ഈക്വലും നോൺ സീറോയും ആണ്. പക്ഷേ നോൺ ഡയഗണൽ എൻട്രീസ് എന്ന് പറയുന്നത് 0 ആണ്, അബ്സല്യൂട്ട്ലി 0 ആണ്. ഇവിടെ നോൺ ഡയഗണൽ ആയിട്ടുള്ള എൻട്രിയിൽ ബി കിടപ്പുണ്ട്, ഡയഗണൽ എൻട്രിയിലും എന്ത് കിടപ്പുണ്ട്, ബി കിടപ്പുണ്ട്. സോ നോൺ ഡയഗണൽ എൻട്രീസ് എന്താണ്, 0 ആണ്. അപ്പോൾ ഇവിടെ ഡയഗണൽ എൻട്രിയിലുള്ള ബി എന്തായിരിക്കും, 0 ആയിരിക്കും. മാത്രമല്ല അപ്പോൾ ഒരു വാല്യൂ കിട്ടി, ബാക്കിയുള്ള എല്ലാം സെയിം ആണ്. അപ്പോൾ A0 D0. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് A + 2B + 3C + D മൊത്തത്തിൽ എന്തായി പോകും, 0 ആയി പോകും. ഓക്കെ, ഈ ഒരു ഐഡിയ പല കുട്ടികൾക്കും ആ ഒരു ടൈം പോകണമെന്ന് നിർബന്ധമില്ല. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ട്രാൻസ്പോസ് എടുത്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഇക്വാളിറ്റീസ് തന്നിട്ട് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറയുന്ന ഒരു ചോദ്യം. ആ ഒരു ചോദ്യം ഏത് വർഷത്തിലായിരുന്നാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഈസി ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. സാധാരണ ട്രെൻഡ് എന്ന് പറയുന്നത് 3x3 മെട്രിക്സ് വെച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ഓക്കെ, ഇപ്പോൾ അത് ചേഞ്ച് ആക്കിയിട്ട് 2x2 ഈസി ആയിട്ടുള്ളത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല, ഈസി തന്നെയാണ്. പിന്നെ എന്നെ അതിശയിപ്പിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു അഞ്ചാമത്തെ ചോദ്യമാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിനെപ്പറ്റി പറയാം. രണ്ടാമത്തെ ചോദ്യമായിരുന്നാലും NCERT ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ പല സ്കൂളുകൾ അത് എടുക്കത്തില്ല. എന്നാലും കുട്ടികൾക്ക് അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യം തന്നെയാണ്, പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം. ആറാമത്തെ ചോദ്യം കുഴപ്പമില്ല. ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഏഴാമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തെ പാർട്ട് എത്രയോ നല്ല നല്ല ചോദ്യങ്ങൾ, ഏതാണ്ട് ഒരു 600-ഓളം ചോദ്യങ്ങൾ NCERT നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇൻ്റഗ്രൽസിൻ്റെ. അതിൽ വെച്ച് ഏറ്റവും കുട്ടികളെ അലമ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം, കുട്ടികളെ വലപ്പിക്കാൻ വേണ്ടിയിട്ട് അലമ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. x² tan inverse x³ by 1 + x⁴ എന്ന് പറയുന്നത് കുട്ടികളെ അലമ്പാക്കാൻ വേണ്ടി മാത്രം ഇട്ട ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്, സംശയമില്ല. ഓക്കെ, പിന്നെ ഈ ഒരു രണ്ടാമത്തെ പാർട്ട് ഇച്ചിരി അഡ്വാൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റും, 100% ഉറപ്പാണ്. അതിൽ ഒരു ഡിഫിക്കൽട്ട്നെസ്സും ഇല്ല. ഓക്കെ, അതായത് 1/a² + x² എന്ന് പറയുന്നത് 1/a tan inverse x by ആ പ്രോപ്പർട്ടി വെച്ച് ചെയ്യാം. ഈസി ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ല. പിന്നെ ഇതെന്ന് പറയുന്നത്, ഈ ഒരു എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വെറും ഒരു ലോ ലെവലിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം എന്തിനാണ് കൊടുത്തേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എൻ്റെ പൊന്നുമക്കളെ. ഇത് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യം തന്നെയാണ്, സംശയമില്ല. പിന്നെ ഈ ഒരു 9ാമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തെ പാർട്ട്, ഇത് പല കുട്ടികൾ എന്നെ പേഴ്സണലി വിളിച്ച് ചോദിച്ചത് ഇതിൻ്റെ ആൻസർ എന്താണ്. ഇതിൻ്റെ ആൻസർ C ആണ് മക്കളെ, ഇതിൻ്റെ ആൻസർ C പാർട്ടാണ് ഇതിൻ്റെ ആൻസർ. പക്ഷേ ഈ ഒരു ഓപ്ഷൻസ് കണ്ടപ്പോൾ പല കുട്ടികൾക്കും ഒരുപോലെ തോന്നി. അതായത് പെട്ടെന്നൊരു എന്താ പറയുക, റീഡബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലെയല്ല ഈ ഒരു ഓപ്ഷൻസ് കിടക്കുന്നത്. സോ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, സംശയമില്ല. പിന്നെ ഇത് സെയിം ക്വസ്റ്റ്യൻ, ലോഗരിതം എടുത്ത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ല, ഈസിയാണ്. പിന്നെ ഈ ഒരു ചോദ്യം ഇച്ചിരി എന്താ പറയുക, ലോജിക് വെച്ച് ചെയ്യാനുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് x > 0. ഓക്കെ, അതാണ് ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യം തന്നെയാണ്. ആ ഒരു ടൈമിന് കുട്ടികൾക്ക് ആൻസർ ഒരു ഐഡിയ പോകത്തില്ല. ഓക്കെ, പിന്നെ ഈ ഒരു ചോദ്യം 10ാമത്തെ ചോദ്യത്തിൽ രണ്ടാമത്തെ പാർട്ട് ഒരു ഡൗട്ടും വേണ്ട, ഡിഫിക്കൽട്ട് അല്ല. ഓക്കെ, NCERT സെയിം ചോദ്യമാണ്, ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യമേ അല്ല. ഓക്കെ, പിന്നെ ഈ ഒരു 11ാമത്തെ ചോദ്യം ഈസിയാണ്, കുഴപ്പമില്ല. പിന്നെ
നമുക്ക് അറിയാവുന്നൊരു ഫോർമുല എന്ന് പറയുന്നത് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇതാണ് ഒരു ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത്. NCERT-യിൽ ഈ ഒരു ചോദ്യമില്ല. വൈ സ്ക്വയർ ഈക്വൽ ടു 16 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ചോദ്യമില്ല. അതായത് ഇതൊരു ബേസിക് ആയിട്ട് ആലോചിച്ചാൽ മതി മക്കളെ. ഈ എക്സ് സ്ക്വയറിനെ എന്ത് ചെയ്യുക, ഈ എക്സ് സ്ക്വയറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് വരും. 16 എന്ന് പറയുന്നത് എന്താണ്, 4 സ്ക്വയർ ആണ്. അപ്പോൾ സർക്കിൾ വരുന്നത് ദാ ഇങ്ങനെ വരും. അതിൻ്റെ റേഡിയസ് 4 ആണ്. ഇതാണ് റഫായിട്ട് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അതായത് ഒരു ഉൾട്ടാ ലെവലിൽ ചോദിച്ചേക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ്, തേർഡ് ക്വാഡ്രന്റിലെ ഏരിയ, ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ ആയിരുന്നാലും സെക്കൻഡ് ക്വാഡ്രന്റ് ഏരിയ ആയിരുന്നാലും തേർഡ് ക്വാഡ്രന്റിലെ ഏരിയ ആയിരുന്നാലും ഫോർത്ത് ക്വാഡ്രന്റ് ഏരിയ ആയിരുന്നാലും സെയിം ആണ്. ഓക്കെ, എന്ത് കിട്ടും, പൈ ആർ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. പൈ ആർ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഈ ഒരു 13ാമത്തെ ചോദ്യം കുഴപ്പമില്ലാത്തൊരു ചോദ്യം തന്നെയാണ്. NCERT-ലുള്ള കുഴപ്പമില്ലാത്ത നല്ലൊരു ചോദ്യമാണ്. 14ാമത്തെ ചോദ്യത്തിൽ ഒന്നാമത്തെ പാർട്ട് ഓർഡർ എന്താണ്, ഓർഡർ എന്ന് പറയുന്നത് 4 ആണ്. ഫോർ ഹയസ്റ്റ് ഡിഫറൻസിയേഷൻ ആണ്. 4 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ 4 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓർഡർ. പക്ഷേ ഇവിടെ ഡിഗ്രി എന്താണ്, പലർക്കും തെറ്റുപറ്റാൻ ചാൻസ് ഉണ്ട്. ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. കാരണം ലോഗരിതത്തിൻ്റെ അകത്താണ് ഡിഫറൻസിയേഷൻ കിടക്കുന്നത്. സോ ഡിഗ്രി എന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഇന്നേ വരെ ഞാൻ NCERT-ൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഡിഫിക്കൽട്ട് ആക്കാമെന്ന് റിസർച്ച് ചെയ്തിട്ട പോലെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇരിക്കുന്നത്. ഓക്കെ, സാധാരണ ക്വസ്റ്റ്യനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഹൈലി അഡ്വാൻസ്ഡ് ലെവൽ ചോദ്യങ്ങളാണ്. പിന്നെ ഈ ഒരു 15ാമത്തെ ചോദ്യത്തിൽ നമുക്ക് ആകെപ്പാടെ അറിയാമെന്നുള്ളത് ഇച്ചിരി ഈസി ആയിട്ട് തോന്നുന്നത് ഈ ഒരു 3ാമത്തെ. ഓക്കെ, ഫൈൻ പ്രൊജക്ഷൻ ഓഫ് AC ഓൺ AB, അത് നമുക്കറിയാം. പക്ഷേ ഈ ഒരു 1ാമത്തെ പാർട്ടും 2ാമത്തെ പാർട്ടും നോർമലായിട്ട് ഒരു കുട്ടി നോക്കുമ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ 15ാമത്തെ ചോദ്യം ഡിഫിക്കൽട്ടാണ്. പിന്നെ 16ാമത്തെ ചോദ്യത്തിൽ ഈ ഒരു 1ാമത്തെ പാർട്ട്, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആ ഒരു വ്യക്തി വളരെ ലോ ലെവലിൽ വന്നിട്ട് ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ പോലെ എനിക്ക് തോന്നുന്നത്. അതായത് കുട്ടികൾക്ക് മാർക്ക് വാങ്ങാൻ സമ്മതിക്കാത്തൊരു ക്വസ്റ്റ്യൻ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ 16ാമത്തെ ചോദ്യം എന്താണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്, ഒരു സംശയമില്ല. പിന്നെ NCERT പച്ചവെള്ളം, NCERT മാത്സ് പച്ചവെള്ളം പോലെ എനിക്കറിയാം. ഈ ഒരു ഇൻ്റഗ്രേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല 600ഓളം ചോദ്യങ്ങളുണ്ട് ഇൻ്റഗ്രേഷനിൽ. അതായത് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ലീനിയർ ബൈ റൂട്ട് ക്വാഡ്രാറ്റിക് ആണ്. ഓക്കെ, ഈ ഒരു ചോദ്യം ചെയ്യാൻ തന്നെ ഏതാണ്ട് ഒരു 4-5 പേജ് വേണ്ടി വരും. ഒരു 4 to 5 പേജസ് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ നമുക്ക് വേണ്ടി വരും. സോ ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്, ഒരു സംശയമില്ല. പിന്നെ ഈ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റൂൾ, ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യാനാണ്. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് x ഇൻറ്റു 1 dx ഇങ്ങനെ ചെയ്താൽ അതിന് ആൻസർ കിട്ടും. സോ അതിൽ വലിയ എന്തില്ല ഡൗട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 18ാമത്തെ ചോദ്യത്തിൽ 1ാമത്തെ പാർട്ട് ഡിഫിക്കൽട്ടാണ്, സംശയമില്ല. പിന്നെ 2ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്, അത് ഈസിയാണ്. പിന്നെ ഈ ഒരു 19ാമത്തെ ക്വസ്റ്റ്യനിലെ 1ാമത്തെ പാർട്ട് 180 ഡിഗ്രീസ് ആണ് ആൻസർ. പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ടല്ല ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ടല്ല, അവർ പല സ്കൂളുകളും അത് പറയത്തില്ല. സോ അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്, യാതൊരുവിധ സംശയവുമില്ല. ബാക്കിയുള്ള 2 ചോദ്യങ്ങളും എന്താണ്, ബാക്കിയുള്ള 2 ചോദ്യങ്ങളും ഈസിയാണ്. 20ാമത്തെ ചോദ്യം എന്താണ്, ഇത് രണ്ടും ഈസി തന്നെയാണ്. മെജോറിറ്റി കുട്ടികൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായിട്ട് തോന്നും, ടഫായിട്ട് തോന്നും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ലെവൽ കുറച്ചും കൂടെ കൂട്ടുക. ഓക്കെ, നിങ്ങളുടെ ലെവൽ കുറച്ചും കൂടെ കൂട്ടുക. പക്ഷെ ഞാനൊരു സത്യം പറയുന്നത്, ഞാൻ ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഓക്കെ, ഓൾറെഡി പാറ്റേൺ മാറുമെന്ന് നമ്മുടെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രമാത്രം എന്താ പറയുക ചേഞ്ച് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ മക്കൾ, എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഇനി ആകെപ്പാട് നമ്മുടെ ഫ്രണ്ടിൽ 3 മാസം, അതായത് ജനുവരി ഫെബ്രുവരി മാർച്ചിൽ എക്സാമിനേഷനായി. അപ്പോൾ 2 മാസം, ഈ 2 മാസം നിങ്ങളുടെ ഫോക്കസ് വേറെ ഒരിടത്തും കൊടുക്കാണ്ട് നിങ്ങളുടെ പഠിത്തത്തിൽ കൊടുക്കുക. പഠിത്തത്തിൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്താ പറയത്തുള്ളൂ, മാർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം എന്തല്ല, അത് നടക്കത്തില്ല. നിങ്ങൾക്ക് ഇനിയും ഡിഫിക്കൽട്ടായിട്ട് തോന്നാനേ ചാൻസ് ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചത് ഫിസിക്സ് ഇച്ചിരി, നിങ്ങളുടെ ഫിസിക്സ് എക്സാമിനേഷൻ ഇച്ചിരി പാടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഫിസിക്സ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പോലെ എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് പറയാൻ വേണ്ടിയുള്ള ലാസ്റ്റായിട്ട് പറയാൻ വേണ്ടിയുള്ള കാര്യം, മക്കളെ 2 മാസം കൊണ്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മോഡൽ എക്സാമിനേഷനാണ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങി പോയേനെ. അപ്പോൾ വരാണ്ടിരുന്ന നന്നായി. ഇപ്പോഴേ ഒരു സൂചന കിട്ടിയത് എന്തുകൊണ്ട് നന്നായി എന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ ഇത് മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇനി കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ നോർമൽ പ്രിപ്പറേഷൻ അല്ല വേണ്ടത്, ഫുൾ ഫോക്കസ്. നിങ്ങൾ 100 out of 100 ഫോക്കസും
സ്റ്റഡീസിലാണ് വേണ്ടത്. ഇപ്പോൾ ഏത് സബ്ജക്റ്റ് ആയിരുന്നാലും, ഫിസിക്സ് ആയിരുന്നാലും കെമിസ്ട്രി ആയിരുന്നാലും ബയോളജി ആയിരുന്നാലും പിന്നെ മാത്സ് ആയിരുന്നാലും ഏത് സബ്ജക്റ്റിലും നിങ്ങൾ കംപ്ലീറ്റ് ഫോക്കസ് കൊടുക്കുക. അല്ലെങ്കിൽ മക്കളെ ഒരു രക്ഷയും ഇല്ല. ഓക്കെ, അപ്പോൾ പല കുട്ടികളും ഇന്നലത്തെ എക്സാം കഴിഞ്ഞപ്പോൾ വീടെത്തിയിട്ട് എന്നെ വിളിച്ചു, സാർ ഈ ഒരു ക്വസ്റ്റ്യൻ പാടാണ്. പിന്നെ ഈ ഒരു 5ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നല്ലോ അവിടെ, ഈ ഒരു 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഒരു 1/x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ 1/x കണ്ടിന്യൂസ് ആണ്. പക്ഷെ അതിൻ്റെ ഡൊമൈനിൽ എന്ത് വരുന്നില്ല, 0 വരുന്നില്ല. അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ്. ഇവിടെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ്സ് ആണ്. ഇവിടെ നോക്കിയേ 1/x മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ പറയുക, ഈ ക്വസ്റ്റ്യനിൽ ഇതിന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഡൊമൈൻ തന്നിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതിന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അല്ലാത്ത പക്ഷേ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എല്ലാ ഇൻറ്റിജേഴ്സ് വരും, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. പക്ഷേ കൺഫ്യൂഷൻ വരുന്നത് ഈ ഒരു ടോപ്പിക്കിലാണ്. ഏത് ഡൊമൈൻ അവിടെ തന്നിട്ടില്ല. സോ ഈ ക്വസ്റ്റ്യൻ ചെറിയ മിസ്റ്റേക്ക് ആകാനെന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ മോഡൽ എക്സാം വരിക, അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ എക്സാം വരിക. അപ്പോൾ അങ്ങനെ വന്നാൽ നിങ്ങൾ പെടും. അങ്ങനെ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാറ് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പല കുട്ടികളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എക്സാമിനേഷൻ പാടായിരുന്നു. ഓക്കെ, എന്താ പറയുക, ഇതുപോലെ ആയിരിക്കും സാർ ഫ്യൂച്ചർ ക്വസ്റ്റ്യൻസ് വരിക. മക്കളെ ചിലപ്പോൾ ആയിരിക്കാം, 50-50 ചാൻസ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഈസി ആയിരിക്കാം, പഴയതുപോലെ ഈസി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ലെവലായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുക, ഫുൾ ഫോക്കസ്. ഇൻസ്റ്റാഗ്രാമോ എന്താ പറയുക യൂട്യൂബോ ഫേസ്ബുക്കോ അതൊക്കെ ഉണ്ട്, ഓക്കെ, സമ്മതിച്ചു. അതിലേക്കൊന്നും ടൈം ഓവറായിട്ട് കളയാണ്ട് നിങ്ങൾ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാം മക്കളെ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ പിന്നെ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്. ഞാനിപ്പോൾ കറൻറ്റ്ലി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ കോഴ്സ് ചെയ്യുകയാണ്, മാത്സിൽ തന്നെയാണ്. സോ അതിൻ്റെ ഇച്ചിരി തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് അങ്ങോട്ട് എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കുറച്ച് തിരക്കാണ്. സോ ആ തിരക്കിൻ്റെ ഇടയിലും ഈ ഒരു ചോദ്യം ഇട്ടതിൻ്റെ ഈ ഒരു വീഡിയോ ഇട്ടതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ അത്രയ്ക്ക് മാത്രം ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വയറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യും മക്കളെ, ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.